പ്രേക്ഷകർക്ക് ആദ്യം ഒരു ദൃശ്യം കാണിച്ചു തരാം. അത് സുരേഷ് ഗോപിയുടേതാണ്. ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. സുരേഷ് ഗോപി ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ മുട്ടിൽ ഇഴയുന്ന ദൃശ്യമാണ്. അതിനുശേഷം ക്രൈസ്തവ ദേവാലയത്തിൽ വാഴക്കുല സമർപ്പിക്കുന്ന ദൃശ്യവും കൂടി പ്രേക്ഷകർ കാണുന്നുണ്ടാകും. സുരേഷ് ഗോപിയാണ്. ഇതിനു മുമ്പ് സുരേഷ് ഗോപിയെ നാം കണ്ടത്, ഏറ്റവും കൂടുതൽ കണ്ടത് ക്രൈസ്തവ ദേവാലയത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അത് തൃശ്ശൂരാണ്. ഇപ്പോഴും തൃശ്ശൂരും ചുറ്റുവട്ടത്തും തന്നെയാണ് സുരേഷ് ഗോപി ക്രൈസ്തവ ദേവാലയങ്ങൾ കയറിയിറങ്ങുന്നത്. അതിന് സുരേഷ് ഗോപിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. BJP സുരേഷ് ഗോപിക്ക് കൊടുത്ത ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ സുരേഷ് ഗോപിക്ക് BJPയിൽ ഇനി ഭാവിയുള്ളൂ. ഇത് ഒരു മുന്നറിയിപ്പായി BJP നേതൃത്വം സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപിയുമായി അടുത്ത കേന്ദ്രങ്ങൾ BJP നേതാക്കൾ തന്നെ പറയുന്നു. അത് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് വെച്ചാൽ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. തൃശ്ശൂരിൽ ജയിച്ച് MP ആയി സുരേഷ് ഗോപി. BJPക്ക് നല്ല മേൽക്കൈയുണ്ട് തൃശ്ശൂർ നഗരത്തിൽ, നഗരസഭയിൽ, കോർപ്പറേഷനിൽ. അതുകൊണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കണം. 2 കോർപ്പറേഷനുകളാണ് ലക്ഷ്യമിടുന്നത് BJP. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. തൃശ്ശൂരിന്റെ ചുമതല സുരേഷ് ഗോപിക്ക് തന്നെയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ കയറി ഇറങ്ങുകയാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല എന്നാണ്. ഇത്തവണ ക്രൈസ്തവർ BJPയോടൊപ്പം നിൽക്കില്ല എന്നാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തന്നെ പറയുന്നത്. വലിയ ചർച്ച ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പ്രശ്നം? വഖഫ് ഭേദഗതി ബില്ലൊക്കെ വന്നപ്പോൾ ക്രൈസ്തവ സഭ BJPയോട് ഒരടുപ്പം കാട്ടിയിരുന്നു. അവർ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മുനമ്പത്തേക്ക് പോയപ്പോൾ വലിയ സ്വീകരണം ലഭിച്ചിരുന്നു. ബൊക്കെ നൽകിയാണ് സ്വീകരിച്ചത്, മാലയിട്ടാണ് സ്വീകരിച്ചത്. അതുമാത്രമല്ല, ഏതാനും ക്രൈസ്തവ മതവിശ്വാസികൾ BJPയിൽ ചേരുകയും ചെയ്തിരുന്നു. അതും വലിയ വാർത്തയാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ BJP അനുകൂല ഹാൻഡിലുകളിൽ. ഇതിലൂടെയൊക്കെ BJP ലക്ഷ്യമിടുന്ന ഒരു കാര്യമുണ്ട്. അത് ക്രൈസ്തവ വോട്ട് സമാഹരിക്കുക എന്നതാണ്. ക്രൈസ്തവ സഭയും ക്രൈസ്തവരും BJPയോടൊപ്പമാണ് എന്ന പ്രതീതി ജനിപ്പിക്കുക, അങ്ങനെ കൂടുതൽ വോട്ട് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ശേഖരിക്കുക എന്നതാണ്. അപ്പോഴാണ് ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നത്. വൻ തിരിച്ചടിയാണ് അതോടുകൂടി BJPക്ക് ഉണ്ടായത്. ആ ലേഖനം ചർച്ച് ബില്ലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വഖഫ് ബില്ല് വന്നു. എന്താണ് വഖഫ് ബില്ല്? വഖഫ് സ്വത്തുക്കളിൽ സർക്കാർ ഇടപെടൽ വർദ്ധിപ്പിക്കുക. വഖഫ് സ്വത്തുക്കൾ മെല്ലെ മെല്ലെ സർക്കാരിലേക്ക് വരിക. സർക്കാരിന്റെ പൊതു ആവശ്യത്തിന് വഖഫ് ഭൂമിയും സ്വത്തുക്കളും ഉപയോഗിക്കാൻ കഴിയുക. ഇതാണ് ആ ബില്ലിന്റെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ വഖഫ് ഭൂമി കൈക്കലാക്കുക. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ വഖഫ് ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അതിന് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുക. ബില്ല് പാസ്സായ ഉടനെ തന്നെ UPയിൽ അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് ആ സ്വത്തുക്കൾ മുഴുവൻ സർക്കാരിന്റെ അധീനതയിലേക്ക് വരുന്നത് കാണാം. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമയാണ് ക്രൈസ്തവ സഭ. പറയുന്നത് RSS ആണ്. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറാണ്. ഇന്ത്യയിൽ റെയിൽവേയും സർക്കാരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 172.9 ദശലക്ഷം ഏക്കർ ഭൂമി. 20,000 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ക്രൈസ്തവ സഭയുടെ കയ്യിലുണ്ട്. അത് ചർച്ച് ബില്ലിലൂടെ പിടിച്ചെടുക്കണം എന്ന സന്ദേശമാണ് ഓർഗനൈസർ നൽകിയത്. അതോടുകൂടി ക്രൈസ്തവ സഭ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതാക്കൾക്ക് അരമനകളിലേക്ക് ചുവന്ന പരവതാനി വിരിച്ചു കൊടുത്തിരുന്നു ബിഷപ്പുമാർ. ക്രൈസ്തവ നേതാക്കൾ പലപ്പോഴും BJPക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കിയിരുന്നു. ക്രൈസ്തവ നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച പതിവായി മാറിയിരുന്നു. ക്രൈസ്തവ വിഭാഗത്തിലെ തീവ്ര സംഘടനയായ കാസ, മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കാസ ഉണ്ട്. BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കാസ അവരിപ്പോൾ മൗനത്തിലാണ്. BJPക്ക് അനുകൂലമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ.
കാസ സ്വാഭാവികമായും വഖഫ് ഭേദഗതി ബിൽ വരുന്ന ആദ്യഘട്ടങ്ങളിൽ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്നു. എന്നാൽ ഓർഗനൈസറിലെ ലേഖനം വന്നതിന് ശേഷം ചർച്ച് ബിൽ കൊണ്ടുവരണം എന്ന് മാത്രമല്ല ഈ സ്വത്തുക്കൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ മതപരിവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത് സഭ എന്ന് പോലും പറഞ്ഞു വെച്ചു ഓർഗനൈസറിന്റെ ലേഖനം. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതോടുകൂടി കാസ മൗനത്തിലാണ്. ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം വരെ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തവർ മൗനത്തിലാണ്. ഇപ്പോഴവർ ഉത്തരേന്ത്യയിൽ BJP സംഘപരിവാർ പ്രവർത്തകർ ക്രൈസ്തവ സഭയ്ക്കെതിരെയും ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയും നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വാചാലരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ BJPയോടുള്ള സമീപനം മാറ്റി എന്നർത്ഥം. അതുകൊണ്ട് സുരേഷ് ഗോപി ഇനി എത്ര മുട്ടിലിഴഞ്ഞിട്ടും കാര്യമില്ല, BJP നേതാക്കൾ അരമനയിലേക്ക് കയറി ഇറങ്ങിയിട്ടും കാര്യമില്ല എന്ന നിലയിലേക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം പോയി. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അവർ വലിയ തോതിൽ കടന്നു കയറാൻ ശ്രമിച്ചതാണ് ക്രൈസ്തവ സഭയിലേക്ക്. അതിന് എല്ലാ സഹായവും ക്രൈസ്തവ സഭയിൽ നിന്ന് ലഭിച്ചതുമാണ്. എന്നാൽ എന്താണ് BJPയുടെ ലക്ഷ്യം എന്ന് ഇപ്പോൾ ഒടുവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ക്രൈസ്തവ മതവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ പഴയ ഒരു സ്വീകരണം BJP നേതാക്കൾക്ക് ക്രൈസ്തവ സഭകളിൽ ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. BJP നേതാക്കൾ തന്നെ അത് പങ്കുവയ്ക്കുന്നു. വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു കേരളത്തിൽ ക്രൈസ്തവ സഭകൾക്ക് ഇടയിലേക്ക് BJPക്ക്. ഇപ്പോഴത് കുറഞ്ഞു വരികയാണ്. പഴയ ഒരു ആഭിമുഖ്യം ഇപ്പോൾ കാട്ടുന്നില്ല ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും എന്ന് പറയുന്നത് BJP നേതാക്കൾ തന്നെയാണ്. എന്ന് വെച്ചാൽ വമ്പൻ തിരിച്ചടിയാണ്. BJP കേരളത്തിൽ ആസൂത്രണം ചെയ്ത അവരുടെ പൊളിറ്റിക്കൽ അജണ്ട, രാഷ്ട്രീയ അജണ്ട, അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ക്രൈസ്തവ സഭയുടെ നിലപാട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഓർഗനൈസർ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട്. എന്താണ് സംഘപരിവാർ, എന്താണ് RSS, എന്താണ് BJP എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കളിൽ തട്ടുമ്പോഴാണ് ഇവർക്ക് മുറിവേൽക്കുക. മറ്റൊന്നിനും അവർക്ക് പ്രശ്നമുണ്ടാകില്ല. അവരുടെ സ്വത്ത് സംരക്ഷിക്കണം. കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ സ്വത്തിനുടമയാണ് കേരളത്തിൽ ക്രൈസ്തവ സഭ. അതിലേക്ക് നോട്ടമിട്ടാൽ വഖഫ് ഭൂമി പിടിച്ചു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ക്രൈസ്തവ സഭയെ തൊട്ടുകൂടാ എന്ന ചിന്ത സ്വാഭാവികമായും BJP നേതാക്കൾക്ക് ഉണ്ടാകും. അത് തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ. എന്ന് വെച്ചാൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെയാണ് ഞങ്ങൾ ഇത്രയും നാൾ ഊട്ടിയത് എന്ന തിരിച്ചറിവിലേക്ക് ക്രൈസ്തവ സഭ വന്നു എന്നർത്ഥം.